ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ഉപധനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. അഴിമതിയും ജീർണതയും ദുർഗന്ധപൂരിതമാക്കി മാറ്റിയ ഒരു കാലത്തിന്റെ സായാഹ്നത്തിൽ ഇവിടെ ഒരു പുതുയുഗം പിറന്നിരിക്കുകയാണ്. കേരളത്തിന്റെ സമീപ ഭൂതകാലം നമ്മുടെ ചരിത്രത്തിലെ കളങ്കത്തിന്റെ കാലഘട്ടം എന്നായിരിക്കും ഭാവിയിൽ അറിയപ്പെടുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കീഴടക്കിയ രാഷ്ട്രങ്ങൾ, കൊള്ളയടിച്ച ചക്രവർത്തിമാരെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ തിരഞ്ഞെടുത്ത ജനങ്ങളെയും പിറന്ന നാടിനെയും കൊള്ളയടിച്ച ഒരു സർക്കാരിന്റെ വാർത്തകളാണ് ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത്. കൊള്ളക്കാരായിട്ടുള്ള രാജാക്കന്മാരും ചക്രവർത്തിമാരും അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കൊള്ളമുതൽ കൊണ്ട് പടുത്തുയർത്തിയ കൊട്ടാരങ്ങൾക്കും മഹാസൗധങ്ങൾക്കും ചരിത്രത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ട ഒരിക്കൽ എഴുതി, എല്ലാ കോട്ടകളും പുരാവസ്തുവായി മാറും, എല്ലാ സുൽത്താൻമാർക്കും ഇരുളടഞ്ഞ ഗുഹകളിലൂടെ പലായനം ചെയ്യേണ്ടതായി വരും. ഏകാധിപതികളും കൊള്ളക്കാരുമായ ഭരണാധികാരികൾക്കൊക്കെയും ഇരുളടഞ്ഞ ഗുഹകളിലൂടെ പലായനം ചെയ്യേണ്ടി വരും എന്നാണ് പ്രവചനതുല്യമായ ഒരു മനോഭാവത്തോടെ കവി അന്ന് എഴുതിയത്. ഇവിടെ ഈ ചട്ടമൊക്കെ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ 281, 2, 8, 9 ചട്ടമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടും. എന്നാലും പറയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം, എനിക്ക് വിരോധമില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിലെ ഏകാധിപതികൾക്ക് വന്ന അനുഭവം അതാണെങ്കിൽ, ജനാധിപത്യത്തിലെ അവസരങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രത്തിന്റെ സമ്പത്ത്, നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവരെ കാത്തിരുന്നത് എന്തായിരുന്നുവെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായി. ദയാരഹിതമായ ജനകീയ വിചാരണയ്ക്ക് വിധേയമായവർ പ്രബുദ്ധമായ കേരള രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലേക്ക് അതിവേഗം വലിച്ചെറിയപ്പെടുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പഴയകാലത്തെ കൊള്ളക്കാരായ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് പുരാവസ്തുവിന്റെ മൂല്യമെങ്കിലും ഉണ്ട് എങ്കിൽ ഇവരെയെല്ലാം ഏറ്റവും അഭിശപ്തവും നിരാശാപരവുമായ ഒരു കാലഘട്ടത്തിന്റെ, ഒരു ഭരണത്തിന്റെ അറപ്പുളവാക്കുന്ന ഓർമ്മയായി മാത്രമായിരിക്കും കഴിഞ്ഞ UDF ഗവൺമെന്റിനെ ഭാവി കേരളം വിലയിരുത്തുക, ഓർമ്മിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അഴിമതിയുടെ കൂത്തിറങ്ങുന്ന പോലെ സമസ്ത രംഗവും തകർക്കപ്പെട്ട ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ UDFന്റെ ആ ഭരണം. എല്ലാ രംഗത്തും മുരടിപ്പായിരുന്നു. നമ്മുടെ നികുതി പിരിവ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. LDFന്റെ ഭരണകാലത്ത് 2006-11 കാലഘട്ടത്തിൽ കേരളത്തിലെ റവന്യൂ വരുമാനം 17.40% തുടർന്ന് വന്ന UDF കാലത്ത് അത് 12.94 കുറയുകയാണ് ചെയ്തത്. നികുതി പിരിവ് അട്ടിമറിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയായിരുന്നു? ആരുടെ താൽപര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത്? എന്നാൽ റവന്യൂ ചെലവിന്റെ കാര്യത്തിൽ വൻതോതിലുള്ള വർധനവാണ് ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. LDF ഗവൺമെന്റിന്റെ കാലത്ത് 13.15% ഉണ്ടായിരുന്ന റവന്യൂ ചെലവ് 21.04% വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ 61% തനതു നികുതികളാണ് എന്ന് നമുക്കറിയാം. ആ നികുതി പിരിവിൽ കുറ്റകരമായ അലംഭാവമാണ് UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ബജറ്റിന്റെ നികുതി പിരിവ് സംബന്ധിച്ച ലക്ഷ്യം സാക്ഷാത്കരിച്ചതിനെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ച കല്യാശ്ശേരി മെമ്പർ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി ബജറ്റിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഗവൺമെന്റായിരുന്നു അന്നത്തെ LDFന്റെ ഗവൺമെന്റ്. ചരിത്രം തിരുത്തിയ ഗവൺമെന്റായിരുന്നു അത്. ഞങ്ങൾ ചരിത്രം തിരുത്തുന്നവരാണ്, ആ നേട്ടങ്ങളെ പുറകോട്ടടിപ്പിച്ചവരാണ് നിങ്ങൾ എന്ന് പറയാതെ വയ്യ. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ചയെ സംബന്ധിച്ചു LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 7.61% കേരള സമ്പദ്ഘടനയുടെ വളർച്ചയെങ്കിൽ UDFന്റെ കാലമായപ്പോൾ അത് 1% കുറയുന്നതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. LDF ഭരണം ഒഴിയുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലാഭം 666 കോടി രൂപയായി. എന്നാൽ 5 കൊല്ലത്തെ UDFന്റെ ഭരണം കഴിയുമ്പോൾ 460 കോടിയുടെ നഷ്ടമാണ് കാണിക്കുന്നത്. 666 കോടിയുടെ ലാഭമുണ്ടാക്കിയ കേരളത്തിന്റെ പൊതുമേഖലയെ 5 കൊല്ലം കൊണ്ട് 460 കോടിയുടെ നഷ്ടമുണ്ടാക്കിയ മേഖലയാക്കി മാറ്റാൻ ലോകത്തിൽ UDFനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ രണ്ടാമത്തെ നേതാവെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന
ബഹുമാന്യനായ ശ്രീ എ കെ ആന്റണി കേരളത്തിൽ വന്നു നടത്തിയ പ്രസ്താവന നാം കാണേണ്ടതായിട്ടുള്ളത്. ബഹുമാന്യനായ എ കെ ആന്റണി എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് UDF സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്ന് വെട്ടിത്തുറന്നു പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതോടൊപ്പം അദ്ദേഹം മുൻ LDF ഗവൺമെന്റിന്റെ മുക്തകണ്ഠം പ്രശംസിക്കാനും ആ വ്യവസായ വകുപ്പിന്റെ സമീപനങ്ങളെ ശ്ലാഘിക്കാനും ശ്രമിച്ചു എന്ന് നാം കാണണം. ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തെ അംഗങ്ങൾ ബഹുമാന്യനായ എ കെ ആന്റണിയുടെ അഭിപ്രായത്തെ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം അഴിമതിയുടെ കൂത്തരങ്ങായി കേരളം മാറി. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പരാമർശിക്കപ്പെടുന്ന കേരളം ലാൻഡ് ഓഫ് കറപ്ഷനായി മാറുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. 12,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ സോളാറില്ല. സോളാർ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് കടക്കുന്നില്ല. സോളാർ ഒഴികെ 12,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും 136 അഴിമതി കേസുകൾ കേരളത്തിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ശിക്ഷ കാത്ത് കോടതി വരാന്തയിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു UDFന്റെ കാലഘട്ടം. UDF ഭരണത്തിന്റെ അവസാന കാലത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. മത്സരാടിസ്ഥാനത്തിലുള്ള മോഷണമാണ് ആ കാലത്ത് ഇവിടെ നടന്നത്. മെത്രാൻ കായൽ, കരുണ എസ്റ്റേറ്റ്, കടമക്കുടിപ്പാടം ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. സന്തോഷ് മാധവന് 128 ഏക്കർ ഭൂമി തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റ്. വിജയ് മല്യ എന്ന ഇന്ത്യയിലെ പാവം പിടിച്ച ഒരു ദരിദ്രന് 20 ഏക്കർ ഭൂമി എഴുതി കൊടുക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റ്. നമ്മൾ ഓർക്കണം, 3 ലക്ഷം വരുന്ന കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ തലചായ്ക്കാൻ ഒരുപിടി മണ്ണില്ലാത്ത ഈ നാട്ടിലാണ് സന്തോഷ് മാധവന്റെയും വിജയ് മല്യയുടെയും കാൽക്കൽ കേരളത്തിന്റെ ഭൂമി തീരെഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായത് എന്നോർക്കണം. നിങ്ങളുടെ ഭരണകാലത്ത് 67 കർഷകർ ആത്മഹത്യ ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ തീരുമാനമെടുത്തതെന്ന് ഓർക്കണം. ഈ തീരുമാനത്തെയാണ് KPCC പ്രസിഡന്റ് കൊള്ള എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ സമീപകാലത്തെ വിശേഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അന്നത്തെ വിശേഷണം കൊള്ള എന്നായിരുന്നു. അദ്ദേഹം കൊള്ള എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ പറവൂരിലെ മെമ്പർ അത് തിരുത്തിക്കൊണ്ട് തീവട്ടിക്കൊള്ള എന്ന പുതിയൊരു പ്രയോഗം കൊണ്ടുവന്നത്. കൊള്ളയെന്നും തീവട്ടിക്കൊള്ളയെന്നും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാൽ വിശേഷിക്കപ്പെട്ട ഒരു ഭരണമായിരുന്നു എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ ഒരു സ്വത്ത് സംഭരണ സംഘടിത പ്രയത്നമായി മുൻ UDF ഗവൺമെന്റിന്റെ ഭരണം മാറി. ഇപ്പൊ അതിനെ സംബന്ധിച്ച് പല വാർത്തകളും പുറത്തു വരുന്നു. ചില ലോക്കറുകൾ കാലിയാക്കാൻ ചിലർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചില ലോക്കറുകൾ തുറക്കുമ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറയാണോ A നിലവറയാണോ തുറക്കപ്പെട്ടത് എന്ന സംശയമാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അനധികൃതമായി പണം സമ്പാദിക്കുക, സ്വർണവും വെള്ളിയും വജ്രങ്ങളും സമ്പാദിക്കുക, ഇങ്ങനെ സംഘടിതമായി കേരളത്തെ കൊള്ളയടിച്ച പണം അതിന്റെ ചില ഭാഗങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാചകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പൊന്നും വെള്ളിയും സമ്പാദിക്കരുത്, നിങ്ങളുടെ മടിശീലകളിൽ നാണയങ്ങളും വേണ്ട. ഇതാണ് ആ ഭാഗത്ത് പരാമർശിക്കുന്നത്. ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാലഘട്ടം മുതലേ ഇങ്ങനെയാണ് കരുതപ്പെട്ടിരുന്നത്. അത് നിങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി എഴുതപ്പെട്ടതാണെന്നാണ് ബലമായും ന്യായമായും ഞാൻ സംശയിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴെല്ലാം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും. നിയമത്തെ ചെങ്ങലക്കിട്ടാൽ എങ്ങനെയാണ് നിയമത്തിന്റെ വഴിയിൽ പോവുക? നിയമത്തിന്റെ വഴിയിൽ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞത് എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് ചെയ്യുമെന്നാണ്. മനസാക്ഷി എന്നതൊരു നല്ല വാക്കാണെങ്കിലും ജനാധിപത്യത്തിൽ മനസാക്ഷിക്കനുസരിച്ച് ചെയ്യുമെന്ന് പറയുന്നത് ഒരു നല്ല പ്രയോഗമല്ല. നിങ്ങളുടെ മനസാക്ഷി ഒരു തല്ലിപ്പൊളി മനസാക്ഷിയാണെങ്കിൽ ആ തല്ലിപ്പൊളി മനസാക്ഷിയുടെ പാപഭാരം ഈ നാട് പേറണമോ എന്നതാണ് ചോദ്യം. ആ മനസാക്ഷിയെക്കുറിച്ചാണ് ഇപ്പൊ ബാംഗ്ലൂരിലെ വാർത്തകൾ അടയാളപ്പെടുത്തുന്നത് എന്നും എനിക്ക് തോന്നുന്നു. ഇത്തരമൊരു അന്തരീക്ഷത്തിലാണ് ബഹുമാന്യനായ തലശ്ശേരിയിലെ അംഗം കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോ ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഞങ്ങൾ കേരളത്തിൽ അധികാരത്തെ തുടരുമെന്ന് പറഞ്ഞു. അതിനെ പരിഹസിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് അംഗം പറഞ്ഞു 50 വേണോ, ഒരു 35 പോരെ എന്ന്. തിരിച്ച് ഞാൻ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ തീരുമാനിച്ചാലും കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കണ്ടേ നിങ്ങളെ മടക്കി കൊണ്ടുവരണമെന്ന്. എന്താണ് അനുഭവം? നമ്മുടെ തൊട്ടടുത്ത തമിഴകത്തിന് ഒരു അനുഭവമുണ്ട്. കാമരാജ് നാടാരെ പോലെ മഹാരഥന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന തമിഴകം 967 കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് അവിടെ പുറത്തേക്ക് പോകേണ്ടി വന്നത്. ഭക്തവത്സലമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ഇപ്പോ കൊല്ലം 50 ആകുന്നു. ഈ നിമിഷം വരെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു നാടാണല്ലോ ഉത്തർപ്രദേശ്. 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ND തിവാരിയാണ് അവസാനത്തെ മുഖ്യമന്ത്രി. പിന്നെ നിങ്ങൾ തിരിച്ചു വന്നില്ല. ബംഗാളിനെ കുറിച്ച് ഞങ്ങളെ പരിഹസിക്കാറുണ്ട്.
ബംഗാളിലെ അവസാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റായി ആയിരുന്നു. ഇപ്പോഴിതാ കൊല്ലം 40 ആകുന്നു ബംഗാളിന്റെ മണ്ണിൽ. നിങ്ങൾ തിരിച്ചു വന്നില്ല. ഗാന്ധി പിറന്ന ഗുജറാത്തിൽ, അതുപോലെ തന്നെ ഒറീസയിൽ നിങ്ങൾ അധികാര ഭ്രഷ്ടരാക്കപ്പെട്ടിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നില്ല? കോൺഗ്രസിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ പുറത്തു പോയ ചരിത്രമേ ഉള്ളൂ, പോയ വഴിയിൽ തിരിച്ചു വന്ന ചരിത്രമില്ല. ആ ചരിത്രത്തിലേക്കാണ് കേരളവും മാറുന്നത്. ഇത് ഈ സമീപ ഭൂതകാല ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ബഹുമാന്യനായ ഇരിക്കൂരിലെ അംഗം പറയുകയുണ്ടായി, ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ ചൂണ്ടും. ഞങ്ങളെയല്ല ചൂണ്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിൽ തന്നെ സന്നിഹിതനായിട്ടുള്ള മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആ ഭാഗത്തെല്ലാം ആരാണ് ജയിച്ചത്? എങ്ങനെയാണ് വളരെ ചെറിയ ഇടവേളയിൽ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ BJP വലിയ രൂപത്തിൽ ജയിക്കുകയും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരികയും ചെയ്തത്? അതിന്റെ മറ്റ് ഗണിതശാസ്ത്രപരമായിട്ടുള്ള കൂടിയാലോചനകളിലേക്കൊന്നും ഞാനിപ്പോ കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് BJPയെ തരാതരം പോലെ സഹായിക്കുന്ന, അവർക്ക് പിന്തുണ കൊടുക്കുന്ന സമീപനം സമീപകാലത്ത് തന്നെ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. പശുവിറച്ചി കടിക്കുന്നവർ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ആയിരുന്നു. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരൊറ്റ കോൺഗ്രസുകാരനെയും ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ പോലീസ് അക്കാദമിയിൽ ബീഫ് നിരോധിച്ച് RSSനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്. SIയെ കൊല്ലാൻ ശ്രമിച്ച RSS ക്രിമിനലുകളുടെ പേരിലുള്ള കേസ് അവർക്ക് പരീക്ഷ എഴുതാൻ തടസ്സമാകുമെന്ന് പറഞ്ഞ് പിൻവലിച്ചവരാണ് നിങ്ങൾ. ഇങ്ങനെ BJPയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് നിങ്ങളാണ്. മറിച്ച് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് ആത്മാർത്ഥമായ സമീപനം പുലർത്തിയാൽ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധമില്ല. ഇല്ല, എന്റെ സമയം കഴിയാറായി, ഞാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിനെ അതിശക്തമായി എതിർക്കുമ്പോൾ തന്നെ 1969 ഇന്ത്യൻ പാർലമെന്റിൽ ബാങ്ക് ദേശസാൽക്കരണ നിയമം വന്നപ്പോ, പ്രിവി പഴ്സ് നിർത്തലാക്കൽ വന്നപ്പോ ഇന്ദിരാഗാന്ധിയുടെ ആ ഗവൺമെന്റിന് അനുകൂലമായി കൈപോക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നാടിന്റെ ഉത്തമ താൽപര്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയെല്ലാമായിട്ടും ഇതിൽ നിന്നൊരു പാഠവും പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നതിന്റെ സൂചനയാണ് സമീപ സമയത്ത് നടന്ന സമരാഭാസം. ഞാനതിലേക്ക് കൂടുതൽ സമയക്കുറവ് കൊണ്ട് കടന്നു പോകുന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങളുടെ രണസ്മരണകൾ രമ്പുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ മഷിക്കുപ്പി സമരം എന്ന അങ്ങേയറ്റത്തെ അപമാനകരമായ ഒരു സമരത്തിനല്ലേ നേതൃത്വം കൊടുത്തത്? അവസാനം നിരാഹാരം നമ്മൾ കണ്ടു. ഇതെന്ത് നിരാഹാരമാണ്? തൃത്താലയിലെ മെമ്പർ നിരാഹാരം കിടന്നത് അത്താഴത്തിന് ശേഷം, പിറ്റേ ദിവസം ഉച്ചയൂണായപ്പോഴേക്ക് നിരാഹാരം കഴിഞ്ഞു. ഉപേക്ഷിച്ചത്, ത്യാഗം ചെയ്തത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ത്യാഗം ചെയ്തതിന് 100 കണക്കിന് ഫ്ലെക്സ് ബോർഡുകൾ ഈ നഗരത്തിലാകെ സ്ഥാപിച്ചു. ഞാനിപ്പോ ഓർക്കുന്നു, 6-7 ദിവസം കിടന്ന പ്രിയപ്പെട്ട ഹൈബി ഈഡനും ഷാഫി പറമ്പിലും ഒക്കെ ഇവിടെയുണ്ട്. അവരുടെ ഒന്നും ഇങ്ങനെ കണ്ടില്ല. ഈ 6 മണിക്കൂർ ഉപവാസത്തിന് വേണ്ടി 100 കണക്കിന് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച രാഷ്ട്രീയ അല്പത്തരം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം സമരമെന്ന വാക്കിനെ അധിക്ഷേപിക്കലാണ്, സമര കേരളത്തെ അപമാനിക്കലാണ്. നിങ്ങൾ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞാലും പച്ച തൊടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൽഹിയിലെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്? ദീർഘകാലം ഡൽഹി ഭരിച്ചവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായി മാറി. കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് എല്ലാവർക്കും സംഭവിക്കുമെന്നാണ് ഇന്നലെ എന്റെ മണ്ഡലത്തിൽ തൃപ്പൂണിത്തുറയിൽ ഈ ഗവൺമെന്റിന്റെ നടപടികളെ അഭിനന്ദിക്കാൻ വേണ്ടി കൂടിയ സർവകക്ഷികൾ യോഗത്തിൽ കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിച്ചത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ വീണ്ടും പിന്തുണയ്ക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.